നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങളോടല്ല, നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും സ്നേഹവും ബഹുമാനവും ഈ നെഞ്ചിലുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ ഇതിനകം അടിച്ച് കയ്യും കാലും ഓടിച്ചാനെ ഞാൻ. മാന്യമായി ആലോചിച്ചാൽ പോലും ഒരുപക്ഷെ അന്തസ്സായിട്ട് ഇത് നടത്തി തരുമായിരുന്നു. ഇതൊരുമാതിരി കാണിച്ചത് മോശമായിപ്പോയി, വളരെ മോശം. നിങ്ങളിൽ നിന്ന് ഈ ചതി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ കുടുംബമായിട്ട് എന്തൊരു ബന്ധമായിരുന്നു നിങ്ങൾക്ക്, ഒറ്റയടിക്കത് നശിപ്പിച്ചില്ലേ? എന്റെ ചേച്ചിയുടെ മനസ്സിൽ നിങ്ങൾ ദൈവതുല്യനായിരുന്നു. ആ വിഗ്രഹ നിങ്ങൾ ഒറ്റയടിക്ക് തല്ലിയുടച്ചത്. ഓ, മച്ചമ്പി ആണല്ലോ. ആ സ്നേഹമായിരിക്കും ഭാര്യാ സഹോദരനോട് വരിഞ്ഞൊഴുകുന്നത്. നാണമില്ലടാ നിനക്ക്. സ്വന്തം പെങ്ങളെ ചതിച്ചവനോട് നിന്ന് ശൃംഗരിക്കുന്നു. അതോ ഈ പരനാറിയോട് കടം ചോദിക്കാൻ തുടങ്ങിയോ നീയ്? ഓരോ വീട്ടിലും കാണും ജനിപ്പിച്ച തന്തയ്ക്കും തള്ളയ്ക്കും പേരുദോഷമുണ്ടാക്കാൻ വേണ്ടി പിറന്ന പിഴച്ച ജന്മം. അയ്യോ, ഇങ്ങനെ നിന്ന് വെയില് കൊള്ളണ്ട. ഉലുവാവെണ്ണ പോലത്തെ നിന്റെ ശരീരം കറുത്തുപോകും. അന്യൻ വിറക്കുന്ന കാശുകൊണ്ട് ചുമ്മാ തിന്നും കുടിച്ചുണ്ടാക്കിയ ഈ പൊണ്ണത്തടി വെറുതെ വേർപ്പിച്ച് കളയണ്ട. കേറി പോടങ്ങട്. ജന്മം തന്ന തന്തയ്ക്ക് പേരുദോഷമുണ്ടാക്കാനായിട്ട് എന്തിനാടാ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? പോയി ചത്തൂടെ നിനക്ക്. കയറ് വേണമെങ്കിലേ പ്രകാശന്റെ വക ഫ്രീ ആയിട്ട് നിനക്ക് തരാം. ₹1 ചെലവാക്കാതെ തന്തയുടെയും തള്ളയുടെയും ചെലവില് ഭാര്യയും മകനെയും കൂടി പോറ്റുന്ന തനിക്കത് പറയാൻ എന്ത് യോഗ്യതയാണോ ഉള്ളത്? ഒരു ഉപദേശി വന്നിരിക്കുന്നു. ഈ വീട്ടിലെ ഇത്തിൾ ചെടിയാണ് താൻ. മറ്റുള്ളവരുടെ അന്നം കട്ടുതിന്ന് വളരുന്ന ഇത്തിൾ ചെടി. താൻ എനിക്ക് സ്പോൺസർ ചെയ്ത കയറ് താൻ തന്നെ അങ്ങ് ഉപയോഗിച്ചോ. ബാക്കിയുള്ളവർക്ക് സമാധാനം കിട്ടട്ടെ. ആ പോയ മനോജല്ല ഞാൻ. അടിച്ച് കർണക്കുറ്റി പൊട്ടിക്കും ഞാൻ. കൈയെടുക്കണം. എനിക്ക് നിന്നോട് സഹതാപം മാത്രമേ ഉള്ളൂ. നേർച്ച കോഴിക്കാരടാ കല്ലെറിയുന്നത്. എന്റെ കൂടപ്പറപ്പ് കരിദോഷക്കാരിയാ വന്ദന. അവളെ താലി ചാർത്താൻ നോക്കിയവരാരും ഇന്ന് ഈ ഭൂമുഖത്തേയില്ല. എല്ലാവരും കല്യാണത്തിന് മുമ്പ് ചത്തുതൊലഞ്ഞ ചരിത്രമേ ഉള്ളൂ. നിന്റെ ഗതിയും അത് തന്നെയാടാ. ആയുസാവാതെ നീ ചത്തുപോവും. ദുരന്തമാവും ദുരന്തം. എനിക്കോ വന്ദനയ്ക്കോ അല്ല ദുരന്തം പറ്റിയത്. ദുരന്തം പറ്റിയത് സുചിത്രജിക. ആ നിഷ്കളങ്കയായ സ്ത്രീ നിങ്ങളെപ്പോലൊരാളിന്റെ താലി കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നതാണ് ദുരന്തം. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം നീ. നിങ്ങളോടല്ല, നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും സ്നേഹവും ബഹുമാനവും ഈ നെഞ്ചിലുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ ഇതിനകം അടിച്ച് കയ്യും കാലും ഓടിച്ചാനെ ഞാൻ. തിരിച്ചടിക്കണോ നിനക്ക്? അടിക്കടാ.
എല്ലാവരുടെയും കൈയും കാലും അടിച്ചൊടിക്കുന്ന ആളല്ലേ? അടിക്കടാ. ഇല്ല, അമ്മ എന്നെ എത്ര വേണമെങ്കിലും അടിച്ചു. എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞാ മതി. എന്തിനാടാ ഞങ്ങളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഒന്ന് നിർത്തിക്കൂടെ? അമ്മേ, തെറ്റുപറ്റിപ്പോയി. പ്രായശ്ചിത്തം ചെയ്യാനെങ്കിലും ഒരു അവസരം. ഛേ, വിശ്വസിച്ചൊരു മകനെ പോലെ കൂടെ നടന്നിട്ട് ചതിച്ചു കളഞ്ഞല്ലോടാ നീ. ഇങ്ങനെ ഞങ്ങളോട് ചെയ്യാനും മാത്രം എന്ത് പാപോടാ ഞങ്ങൾ നിന്നോട് ചെയ്തത്? എന്റെ മകളുടെ ജീവിതമല്ലേടാ നീ ഇല്ലാതാക്കിയത്. ദുഷ്ടനാടാ നീ, ദുഷ്ടൻ. അമ്മ, ജഗനെ ഇനിയും കാണുന്നില്ലല്ലോ മോളെ. അവൻ എന്താ വരാത്തത്? അവനിപ്പൊ എന്താവും സംഭവിച്ചത്? ചേട്ടൻ വന്ദനയുടെ വീട്ടുമുറ്റത്ത് കുറ്റിയടിച്ച പോലെ നിൽക്കുമല്ലേ? ആ പൂതനയുടെ കഴുത്തിൽ താലി കെട്ടിയത് ഏട്ടനാണെന്ന് ഏട്ടൻ സമ്മതിച്ചു കഴിഞ്ഞു. വന്ദനയ്ക്ക് അതൊരു പിടിവള്ളിയായി. എന്ത് കണ്ടിട്ടാണോ എന്തോ ആ ഇരണം കെട്ടവളുടെ കഴുത്തിൽ താലി കെട്ടാൻ ഏട്ടന് തോന്നിയത്. അങ്ങനെ എത്ര നേരമെന്ന് വെച്ചാ എന്റെ കുഞ്ഞ് നിൽക്കുന്നത്? വെയിലും മഴയേറ്റ് നോക്കുകുത്തിയെ പോലെയുള്ള നിപ്പ്. എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല മോളെ. താലി കെട്ടിയ പെണ്ണാണെങ്കി അകത്ത്, അവൾ ഇറങ്ങി വരുന്നതും കാത്ത് താലി കെട്ടിയവൻ പുറത്ത്. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് കേട്ട് കേൾവി പോലും ഇല്ല. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. ആ നാശം പിടിച്ചവളെ ചേട്ടൻ ഇങ്ങോട്ട് എന്നെ കെട്ടിയെടുക്കും. ഈ കുടുംബം നാമാവശേഷം ആവും. അതാ നടക്കാൻ പോകുന്നത്. ഞാനിപ്പോ എന്താ വേണ്ടമ്മേ? നീ കാറും എടുത്ത് ഉടനെ പോണം. പോയി ജഗനെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് വരണം. അതിപ്പോ ആ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചെല്ലുന്നത് ബുദ്ധിയല്ലമ്മേ. ഓ പിന്നെ ഒരു ബുദ്ധിമാൻ വന്നിരിക്കുന്നു. അനിയനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നതേ സ്വന്തം ചേട്ടന്. അതുകൊണ്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.